ഹായ്, അങ്ങനെ ഇതാ അടുത്തൊരു വെക്കേഷൻ്റെ ടൈം ആയിട്ടുണ്ട്. മെയ്യിൽ ഇവിടെ സ്കൂൾ അവധിയാണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിലോട്ട് പോവുകയാണ്. ഓൺ റോഡായിട്ടാണ് പോകുന്നത്. ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് ഓൺ റോഡാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ ഒരു ദിവസം ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി. ഉച്ചയ്ക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിറ്റേന്ന് രാത്രിയോടുകൂടി ഞങ്ങൾ കേരളത്തിലെത്തും കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് ചെന്നൈയിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിയത്. അപ്പോൾ ഒരു കാടാണ് കേട്ടോ. അതായത് നമ്മൾ ഒഡീഷ തൊട്ട് ആന്ധ്ര ബോർഡർ വരെ കാടാണ്. അപ്പോൾ ഇത് കണ്ടോ, അവിടെയുള്ള ആൾക്കാരാണ്. അവിടെ ഈ കാട്ടിലൊക്കെ ജീവിക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ കയറ് പിടിച്ച് നിൽക്കും, വണ്ടി ഇങ്ങനെ തടയും കേട്ടോ. എന്നിട്ട് അവർക്ക് ഒരു ചെറിയ പൈസ എന്തെങ്കിലും 1 രൂപയായാലും അവരാരും ഒന്നും പറയത്തില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോവാം. അവർ അപ്പോൾ ഒരു പൂജ പോലെയൊക്കെ ഇങ്ങനെ ചെയ്ത് വണ്ടിയിൽ ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് തരും. അതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മൽക്കാൻഗിരിയിൽ നിന്ന് കേരളത്തിലോട്ട് ഒരു 1500 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. ഞങ്ങൾ രാത്രി വണ്ടി ഓടിക്കാത്തത് കൊണ്ട് ഞങ്ങൾ രാത്രി സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്നായിരിക്കും എത്തുന്നത്. അങ്ങനെ ഞങ്ങൾ രാത്രി സ്റ്റേ ചെയ്തായിരുന്നു തമിഴ്നാട്ടിൽ. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നല്ല മഴയായിരുന്നു. തമിഴ്നാട്ടിൽ കയറിയത് നല്ല മഴയുണ്ടായിരുന്നു, നല്ല കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വന്നപ്പോൾ അധികം ചൂടൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല മഴയുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഈ സമയത്ത് നാട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ചൂടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്നൈയിൽ BSFൻ്റെ സെക്ടറിൽ പോയായിരുന്നു. സാധാരണ പട്ടാളക്കാർ നാട്ടിൽ പോകുമ്പോൾ എന്തായാലും അവരവരുടേതായിട്ടുള്ള ലിക്കർ എടുത്തിട്ട് പോകുമല്ലോ. അപ്പോൾ ഞങ്ങൾ ലിക്കർ വാങ്ങിക്കാൻ പോയതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് അവിടുത്തെ റിട്ടയർഡായ ജവാന്മാരൊക്കെ അവിടെ നിന്നുകൊണ്ട് ഇതൊക്കെ വാങ്ങുന്നത്. അവർ റിട്ടയർമെൻറ്റിന് ശേഷം അവർക്ക് കിട്ടുമല്ലോ കോട്ട, അത് വാങ്ങാൻ വന്നിട്ട് അവർ കീറി പെട്ടിക്കകത്ത് വെച്ച് പഴയ സൂക്കേഴ്സും ഒക്കെ കൊണ്ടുവന്നത്. പിന്നെ അവർ ഇത്രയും നാൾ അവർ രാജ്യത്തിനെ സ്നേഹിച്ചതിന് അവർക്ക് കിട്ടുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ അവരത് വന്ന് വാങ്ങിക്കൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ ചെന്നൈയിലൊക്കെ നല്ല മഴയായിരുന്നു. മഴയായതുകൊണ്ട് നമുക്ക് ആ തമിഴ്നാട്ടിലെ ചൂടൊന്നും അറിയേണ്ടി വന്നില്ല. കുറച്ച് ദൂരം ചെല്ലുമ്പോഴത്തേക്ക് മഴയില്ല. അങ്ങനെ ഇപ്രാവശ്യത്തെ കാലാവസ്ഥ നല്ലതായതുകൊണ്ട് തന്നെ നമ്മൾ വരുമ്പോഴത്തേക്ക് ചൂടൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല കേട്ടോ. ഇനി കുറച്ച് ദിവസം കേരളത്തിൽ